Praise the Lord. Praise the Lord. നമ്മുടെ കരങ്ങളെ ഉയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്യാം. Can we raise our hands and praise Praise God? the Lord. രാജാവ് ഉള്ളിടത്ത് രാജകോലാഹലമുണ്ട് കേട്ടോ. Praise the Lord. Where the king is there, there's joy. ഇന്ന് രാവിലെ ദൈവത്തിന്റെ വലിയ സാന്നിധ്യം നമ്മുടെ നടുവിലുണ്ട്. Amen. Today morning the presence of God is there amongst us. ഇവിടെയുള്ള ദൈവസഭയ്ക്കായി ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. I praise and thank God for the church that is over here. ദൈവത്തിന്റെ വലിയ സാന്നിധ്യം നമ്മുടെ നടുവിലുണ്ട്. Amen. The great presence of God is there amongst us. പരിശുദ്ധാത്മാവിന്റെ നദി നമ്മുടെ നടുവിലുണ്ട്. Amen. The Holy Spirit is there amongst us. അവൻ നമ്മുടെ താഴ്ചയിൽ നമ്മളെ ഓർത്ത ദൈവമാണ്. Amen. He's one who remembered us in our low ഇന്ന് times. പകൽക്കാലം അവനെ സ്തുതിക്കുവാൻ നാം മടി കാണിക്കരുത്. Amen. We shouldn't be hesitant about praising God. അവൻ ആരാധനയ്ക്ക് യോഗ്യനാണ്. Amen. He deserves all worship. അവൻ സകല ബഹുമാനത്തിനും യോഗ്യനാണ്. Amen. He deserves all honor and glory. ഇവിടെയുള്ള ദൈവസഭയെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. I thank God for the church over here. പാസ്റ്റർ സജിമാത്തൻ പാസ്റ്റർ കുടുംബത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. I thank God for the pastor and family. ഇവിടെ ഇങ്ങനെ ഒരു അവസരം ലഭിച്ചതിനായി തന്നതിനായി ദൈവത്തിന് സ്തോത്രം Yeah, I ചെയ്യുന്നു. may thank God for the opportunity that God പ്രിയ gives me. സഹോദരൻ അതെ സിജോ നാൻസി കുഞ്ഞുങ്ങളെ കുടുംബമായിട്ട് ഇവിടെ ഉണ്ട്. Amen. അവരെ ഓർത്ത് സ്തോത്രം His ചെയ്യുന്നു. brother and family, Thompson Jenner family is over ട്രാൻസ്ലേറ്റ് here. ചെയ്യുന്ന പ്രിയ സഹോദരനെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. Thank God for the translator. എല്ലാവരെയും ഓർത്ത് സ്തോത്രം ചെയ്യാണ്. Amen. Thank God for each and every one. പ്രൈസ് ദി ലോർഡ്. തിരുവചനം ഇന്ന് പകൽക്കാലം നമുക്ക് അനുഗ്രഹമായി തീരട്ടെ. Amen. Let the word be a blessing to us. ഡാളസിൽ നിന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും വന്ദനം അറിയിക്കുന്നു. Amen. I want to send my greetings from Dallas. പ്രൈസ് ദി ലോർഡ്. നമുക്ക് തിരുവചനത്തിലേക്ക് തിരിയാം. Let's focus on to the word. അവൻ മർക്കോസിന്റെ സുവിശേഷം, Let's go to the Gospel of Mark. അത് തികച്ചും സുപരിചിതമായ ഒരു വാക്യമാണ്. A very familiar verse for us. 9-ാം അധ്യായം Amen. Chapter 9, അതിന്റെ 7-ാമത്തെ വാക്യം ആരെങ്കിലും ഒന്ന് വായിച്ചാൽ. verse 7. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവന് ചെവി കൊടുക്കുക. This is my beloved son, hear him. ഇത് ഉയരത്തിൽ നിന്നുള്ള ഒരു ശബ്ദമാണ്. This is a voice from heaven. ആമേൻ. ആ ശബ്ദം ഇന്ന് പകൽക്കാലം നാം തിരിച്ചറിയണം. Amen. We should be able to recognize that voice. ഒത്തിരി ശബ്ദങ്ങൾ നാം കേൾക്കുന്നവരാണ്. And we are people who hear a lot of voices. ആമേൻ. ഇന്ന് പകൽക്കാലം സ്വർഗം സംസാരിക്കുമ്പോൾ അത് തിരിച്ചറിയണം. Amen. Today morning when the heaven speaks, you should be able to recognize ഇവിടെ it. പറയാം, 6 ദിവസം കഴിഞ്ഞ് യേശു യോഹന്നാനെയും പത്രോസിനെയും യാക്കോബിനെയും കൂട്ടി ഒരു മലയുടെ മുകളിലേക്ക് പോകുകയാണ്. So after 6 days, Jesus takes Peter, James and John and goes up to the mount. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ യേശുവിന്റെ ഒരു തേജസ്കരണം അവിടെ നടക്കുകയാണ്. Over there you can see the transfiguration of Jesus happening. ആമേൻ. ശിഷ്യന്മാർ നോക്കുമ്പോൾ കാണുന്ന കാഴ്ച, Amen. When disciples see, this is what they see. അവർ 2 പഴയ നിയമ വിശുദ്ധന്മാർ യേശുവുമായിട്ട് സംസാരിക്കുന്നു. Amen. They see that 2 Old Testament saints speaking with ഒരു Jesus. ഭക്തൻ മരിച്ചുപോയവരെ സാക്ഷീകരിക്കുമ്പോൾ, Amen. പ്രതിദാനം ചെയ്യുമ്പോൾ, One saint represents those who have passed away. മരണമില്ലാതെ രൂപാന്തരപ്പെടുന്നവരെ സാക്ഷ്യപ്പെടുത്തിക്കൊണ്ട് മറ്റൊരു പ്രവാചകൻ. And the other prophet represents those who ഇവർ രണ്ടുപേരും യേശുവിനോട് സംഭാഷിക്കുകയാണ്. and both of these people are saints and speak to Jesus. എന്ത് പറയണമെന്ന് ഒരു പിടി കിട്ടുന്നില്ല. Peter has no clue what he has to speak. ആകപ്പാടെ ഒരു വിഷമം വരികയാണ്. And so now Peter is being troubled. പത്രോസ് എന്തെങ്കിലും ഒന്ന് പറയണമെന്ന് വിചാരിച്ച് താൻ പറയുകയാണ്. So Peter deciding to speak something. അത് നമ്മൾ ഇവിടെ ഇരിക്കുന്നത് നല്ലതാണ്. I mean, he said it's good for us to be here. ഞാനൊരു വീടുണ്ടാക്കിക്കോട്ടെ. I mean, let me make a tent. എന്നാ ഉണ്ടാക്കാനൊന്നും യേശു പറഞ്ഞില്ല കേട്ടോ. Jesus did not say go ahead make a tent. അതെ, അതൊന്നും യേശു അവിടെ പറഞ്ഞിട്ടില്ല. We don't see Jesus responding to that. ആമേൻ. സ്തോത്രം. ഇവിടെ നിന്ന് ഒരു ശബ്ദം മുഴങ്ങിയാണ് ഉയരത്തിൽ നിന്ന്. Now there's a voice that's coming from heaven. ഇവൻ എൻ്റെ പ്രിയപുത്രൻ, This is my beloved son. ഇവന് ചെവി കൊടുക്കുക. I mean, hear him. മത്തായി 3:17 Matthew 3:17. സ്വർഗം തുറക്കുന്നു. I mean, heaven opens. സ്വർഗത്തിൽ നിന്നൊരു ശബ്ദം A വരികയാണ്. voice from heaven comes. അതെ, ഈ പ്രിയപുത്രൻ, ഇവൻ എൻ്റെ പ്രിയപുത്രനാണ്. This is my beloved son. അതെ, ഇവനിൽ പ്രസാദിച്ചിരിക്കുന്നു. In him I am well pleased. അതെ, എന്തുകൊണ്ടാണ് അവിടെ പ്രസാദിച്ചത്? I mean, what is the reason? പിതാവിന്റെ ഇഷ്ടം അവൻ നിറവേറ്റി. I mean, because he fulfilled the will of the Father. ഇവിടെ സ്വർഗം പറയുന്നു, ചെവി കൊടുക്കുവാൻ പറയുന്നു. Here heaven is saying, give ear to him. ചെവി കൊടുത്താൽ എന്ത് നടക്കും? I mean, what will happen if you give ചെവി your ear to കൊടുത്തില്ലെങ്കിൽ him? എന്താ പറ്റുന്നത്? What will happen if you don't give your രാവിലെ ear? ഞാൻ പറയട്ടെ, ചെവി കൊടുക്കുന്നവരെ ചേർത്ത് പിടിക്കുന്നവനാണവൻ. I mean, he's one who holds close those who give ear to ചെവി him. കൊടുക്കാത്തവരുടെ ചെവിക്ക് പിടിക്കും. I mean, to those who are not willing to hear, I mean, he will hold them by ആരാണെന്നുള്ളത് the ear. ദൈവത്തിന് വിഷയമല്ല. I mean, it doesn't matter to God. ഉയർന്നവനെ താഴ്ത്തുന്നവനാണ് എൻ്റെ ദൈവം. I mean, he's one who brings the high to the low താണവനെ position. ഉയർത്തുന്നവനാണ് എൻ്റെ ദൈവം. Similarly, he's the one who raises the lowly to the ദൈവ exalted position. ശബ്ദത്തിന്
ശബ്ദത്തിന് ഏൽപ്പിച്ചു കൊടുക്കുന്നവരെ Amen. To those who yield to the voice of ദൈവം God, ചേർത്ത് പിടിക്കും. Amen, God will embrace him. യെശയ്യാ പ്രവചനം 30-ാം അധ്യായം In Isaiah chapter 30, 21-ാമത്തെ വാക്യത്തില് Amen, verse 21, it നിങ്ങൾ says, വലത്തോട്ടോ ഇടത്തോട്ടോ തിരിയുമ്പോൾ Amen, when he turns to the left or നിങ്ങൾ ഒരു right, ശബ്ദം കേൾക്കും. Amen, he will hear a voice. വഴി ഇതാകുന്നു എന്നുള്ള വഴി. And the voice is, this is the ഇന്ന് way. പകൽക്കാലം ദൈവശബ്ദത്തിന് ചെവി കൊടുത്താൽ Amen, if you're willing to give ear to God, എങ്ങോട്ട് തിരിയണമെന്നുള്ളത് കൺഫ്യൂഷൻ ആകത്തില്ല. then you won't have a confusion. പലർക്കും കാനഡായി വന്നിട്ട് കൺഫ്യൂഷനാണ്. And people come to Canada and they are in a confusion. അമേരിക്കയിലും സ്ഥിതി ഇത് തന്നെയാണ്. This is the same state in the ഈ US too. ദിവസങ്ങളിൽ നാം ദൈവശബ്ദത്തിന് ചെവി കൊടുക്കണം. In these days, we should give ear to the voice of God. മാനുഷിക ശബ്ദം നമ്മെ തളർത്തുക തന്നെ ചെയ്യും. And the voice of man will cause us to മാനുഷിക be faint. ശബ്ദം നമ്മളെ പരാജയപ്പെടുത്തും. The voice of a human will എന്നാൽ faint us. സ്വർഗ്ഗത്തിൽ എന്നേക്കും സ്ഥിരമാക്കപ്പെട്ട But the word that is ദൈവ always, ശബ്ദത്തിന് ഏൽപ്പിച്ചു കൊടുക്കുന്നവരെ if we give ourselves to the voice of God, ദൈവം കരം പിടിച്ച് താങ്ങുന്നവനാണ്. Amen, God is one who will hold by his hand. യാക്കോബ് അപ്പോസ്തലൻ ഇങ്ങനെ പറഞ്ഞു. Amen, Apostle James said, 1:19 ഇങ്ങനെ പറഞ്ഞു. Amen, verse 19, എന്റെ പ്രിയ സഹോദരന്മാരെ, my dear brothers, നിങ്ങൾ അത് അറിയാതിരിക്കരുത്. Amen, I hope that you're not എന്താ unaware of it. അറിയാതിരിക്കരുതെന്ന് പറഞ്ഞത്? What should you not be unaware of? വണ്ടി ഓടിക്കാനല്ല, Amen, not about driving, ജോലി ചെയ്യാനല്ല, not about working, ആമേൻ കാർ മേടിക്കാനൊന്നും ഇതൊക്കെ നമുക്കറിയാം. Amen, not about buying a car. നിങ്ങൾ കേൾപ്പാൻ We വേഗതയുള്ളവരായിരിക്കണം. should be people that are quick to hear. ആമേൻ നിങ്ങൾ പറയാൻ And we should be താമസമുള്ളവരായിരിക്കണം. people that are slow to speech. കോപത്തിന് And we should be താമസമുള്ളവരായിരിക്കണം. slow to anger. അയ്യോ ഞങ്ങൾ നേരെ തിരിച്ചായിരുന്നു. Amen, but we do it the other way around. എല്ലാം ഒക്കെ കഴിഞ്ഞു കഴിയുമ്പോഴാണ് ഞങ്ങൾ പറഞ്ഞതെന്തോന്നും മനസ്സിലായില്ലല്ലോ. Amen, after having said everything, that's when we are realizing what did we ഓ say. ഇന്ന് പകൽക്കാലം കേൾപ്പാൻ Amen, വേഗതയുള്ളവരായിരിക്കണം. today morning we should be people quick to hear. ദൈവ ശബ്ദം തിരിച്ചറിയുന്നവരെ Dear brothers and sisters, ആമേൻ ദൈവം ഉയർത്തുന്ന ദൈവമാണ്. Amen, God is a God who exalts you. 34-ാം സങ്കീർത്തനം 6-ാം വാക്യത്തില് Psalms 34 verse 6 says, ഈ എളിയവൻ നിലവിളിച്ചു, Amen, this beloved, this poor യഹോവ man, ശ്രദ്ധ വെച്ച് കേട്ടു. and the Lord gave ear to him. ഇന്ന് പകൽക്കാലം യഹോവയുടെ ചെവി എവിടാ ഉള്ളത്? Amen, where is the ear of the Lord? 1 പത്രോസ് 3:12 Amen, 1 Peter chapter 3 verse 12. യഹോവയുടെ ദൃഷ്ടി തന്റെ ഭക്തന്മാരുടെ മേലും And the eyes of the Lord are on the അവന്റെ saints, ചെവി അവരുടെ നിലവിളിക്കും തുറന്നിരിക്കുന്നു. and his ears are open to their cry. ഇന്ന് പകൽക്കാലം വിളിക്കുന്നവർക്ക് ഉത്തരം അവൻ കൊടുക്കും. Amen, today morning he gives answer to those who നിന്റെ cry out to him. കരച്ചിലിന്റെ ശബ്ദം കേൾക്കുന്ന കാതുകൾ ഉയരത്തിലുണ്ട്. Amen, there is a ear that hears your cries. സ്വർഗം എന്ന് പറയുന്നു But today morning heaven says, അവൻ നമ്മോട് സംസാരിക്കുമ്പോൾ when he speaks to you, ആ ശബ്ദത്തിന് നാം ചെവി കൊടുക്കണം. Amen, we should be people that give our ears to God. കർത്താവേ ചെവി കൊടുക്കാൻ എനിക്ക് പറ്റത്തില്ല. Lord, I cannot give you my ears. വേണേ കാശ് തരാം, Maybe I can give you money. വേണേ കൈ തന്നിട്ട് പോകാം. Maybe I can shake hands with you. പലരും ദൈവസന്നിധി കാശ് കൊടുക്കാനും കൈ കൊടുക്കാനും ആയിരുന്നു. Amen, often brothers and sisters come to just give money and shake hands with വേണേ God. ഞാൻ വന്നൊന്ന് മുഖം കാണിച്ചിട്ട് പൊക്കോളാം. Okay, I will also show that I am also present here. ഇന്ന് പകൽക്കാലം തമ്പുരാൻ എന്റെ കാശല്ല ആവശ്യം. Amen, today morning God doesn't need your money. ആമേൻ 50-ാം സങ്കീർത്തനം 10-ാം വാക്യത്തില് Psalms 50 verse 10. എനിക്ക് വിശന്നാൽ ഞാൻ നിന്നോട് ചോദിക്കുമോ? Amen, if I'm hungry, will I ask you? കാട്ടിലെ സകല മൃഗവും Amen, all of the beasts of the forest. പർവ്വതങ്ങളിലെ 1000 ജന്തുക്കളും All എനിക്കുള്ളവയാകുന്നു. of the thousands of cattle, they all belong to me. ഓ അവൻ ഇന്ന് പകൽക്കാലം കാശ് വേണ്ട. Amen, today morning he doesn't need money. നിങ്ങളുടെ ഒരു ഷെയ്ക്ക് ഹാൻഡും വേണ്ട. He doesn't need you to shake your എന്നാൽ hands ഇന്ന് with him. പകൽക്കാലം ചെവികൾ തുളച്ച് കേൾക്കണം. But he wants you to open your ലൂക്കോ ears. 8:8 എന്താ കർത്താവ് പറഞ്ഞത്? What does Luke 8:8 ഒരു say? ഉപമ പറഞ്ഞിട്ട് പറയാണ്, He tells a parable and then he കേൾപ്പാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ. all those who have ear, let him hear. കാനഡയിൽ ചെവിയുള്ളവരുടെ എണ്ണം കുറഞ്ഞുകൊണ്ടിരിക്കുക. Amen, in Canada, those who have ears ലോകത്തിൽ are ചെവി lesser. കൊടുക്കുന്നവരുടെ ചെവികൾ കുറഞ്ഞുകൊണ്ടിരിക്കുക. Amen, there are people that are responding to God is now less. പരിശുദ്ധാത്മാവ് ദൈവസഭയ്ക്ക് ദൂത് കൊടുക്കുമ്പോൾ When the Holy Spirit is speaking to the church, വെളിപ്പാട് 2:7 Revelation chapter 2 verse 7. ആത്മാവ് സഭകളോട് പറയുന്നു, Amen, this is what the Spirit of the Lord says to the കേൾപ്പാൻ church. ചെവിയുള്ളവൻ കേൾക്കട്ടെ. Amen, he who has ear, let him hear. 11-ാം വാക്യം കേൾക്കുവാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ. 2 verse 11 says, he who has ear, let him 17-ാം hear. വാക്യത്തിൽ ചെവിയുള്ളവൻ കേൾക്കട്ടെ. Amen, continues to say, he who has ear, let him hear. ഇന്ന് പകൽക്കാലം എത്ര പേര് ദൈവശബ്ദത്തിന് ചെവി കൊടുക്കും?
കൊടുക്കാൻ തയ്യാറാണ്? Today morning, how many people are willing to give your ear to God? ദൈവത്തിനൊന്ന് മഹത്വം കൊടുക്കാം. Can we clap our hands and praise God? ഒരു നിമിഷം ദൈവത്തിനൊന്ന് സ്തോത്രം ചെയ്യാം. Can we praise God? ഇത് Hallelujah. യഹോവയുണ്ടാക്കിയ ദിവസമാകട്ടോ. Today is the day that the Lord has made. ഇന്ന് നമ്മൾ സന്തോഷിച്ച് അവന് മഹത്വം കൊടുക്കണം. I mean, this is the day we have to rejoice and give glory. ആമേൻ. രാജാവിന്റെ സന്നിധിയിലാണ് നമ്മൾ വന്നത്. We have come to the presence of the King. ഓ, ഇന്ന് പകൽക്കാല സ്വർഗ്ഗത്തിൽ ആരാധനയ്ക്ക് കുറവൊന്നുമില്ല. I mean, today morning, worship is not limited in heaven. നമ്മളെക്കാളും നന്നായിട്ട് പാട്ട് പാടുന്നവർ അവിടെ ഉണ്ട്. I mean, there are people who sing more amazingly than us. ആരാധിക്കുന്നവരുണ്ട്. There are people who worship over there. എന്നെയും നിങ്ങളെ സ്നേഹിച്ചവൻ ഈ ലോകത്തിലേക്ക് വന്നു. But he loved us and came into this ഒരു earth. അതിർത്തിയാഗമായി അവൻ താഴേക്ക് വന്നു. And he came as a sin offering to the world. എന്നേക്കുമായിട്ടുള്ള ഒരു വീണ്ടെടുപ്പ് അവൻ സ്ഥാപിച്ചു. And he established salvation കാൽവരിയിൽ forever. അവനത് നിവർത്തീകരിച്ചു. I mean, and he fulfilled it on Calvary. ഇന്ന് പകൽക്കാലം അത് ഓർത്തെങ്കിലും ദൈവത്തിന് സ്തോത്രം I ചെയ്യണം. mean, today morning, at least thinking about it, can we praise God? ജീവപുസ്തകത്തിൽ നമ്മുടെ പേരുള്ളത് ഓർക്കുമ്പോൾ സ്തോത്രം ചെയ്യണം. I mean, when you think that your name is written in the book of life, praise God. ജോലി കിട്ടിയതിൽ സന്തോഷമുണ്ടെന്ന് എനിക്കറിയാം. I know we are happy about getting a job. കാറ് കിട്ടിയതിലും വീട് കിട്ടിയതിലും ഒക്കെ നമുക്ക് സന്തോഷമുണ്ട്. And we are happy when we have a car and a home എന്നാൽ too. അതെല്ലാം അഴിഞ്ഞു പോകുന്നതാണ്. But all of those degrade and അതെല്ലാം decay. മാറിപ്പോകുന്നതാണ്. All those are not perishable. കൊലോസ്യ ലേഖനം 3-ാം അധ്യായം 1-2 വാക്യങ്ങൾ വായിക്കുമ്പോൾ When we read Colossians chapter 3 verse 1 and 2. പൗലോസ് പറയാണ്, നിങ്ങൾ ഭൂമിയിലുള്ളതല്ല ഉയരത്തിലുള്ളത് ചിന്തിക്കണം. I mean, he's saying is that verse 2 says, set your mind on things above and not on അതൊക്കെ earthly things. ഓർക്കുമ്പോൾ നമ്മൾ അറിയാതെ സ്തോത്രം ചെയ്യും. And when we think about this, we will automatically praise God. ഇവിടുള്ളത് ഓർക്കുമ്പോൾ നട്ടം തിരിയും. I mean, when we think about things of the earth, we fail. ഇവിടുള്ളത് ഓർക്കുമ്പോൾ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. And when we think about the earthly things, we do not know what to എന്നാൽ ഇന്ന് do. പകൽക്കാലം നമുക്ക് വേണ്ടി എല്ലാം ഏൽപ്പിച്ചു തന്നവൻ ഒരുവനുണ്ട്. I mean, but remember, there is one who gave everything for us. ഇന്ന് പകൽക്കാലം ആ ശബ്ദത്തിന് ചെവി കൊടുക്കണം. Today morning, let's give our ear to that voice. ആ ശബ്ദം തിരിച്ചറിയണം. And we should recognize that voice. 1 ശമൂവേൽ 15:22 1 Samuel chapter 15 verse 22. എന്താ പറയുന്നത്? അനുസരിക്കുന്നത് യാഗത്തെക്കാളും It says that obedience is better than ശ്രദ്ധിക്കുന്നത് sacrifice. മുട്ടാടുകളുടെ മേധസ്സിനേക്കാളും നല്ലതാ. And giving attention is better than the fat of the rams. ഇവിടെ വന്നതിനേക്കാളും നല്ലതാ ദൈവശബ്ദം ഏറ്റെടുക്കുന്നത്. I mean, more important is to hear the voice of God. ആമേൻ. അത് തിരിച്ചറിയുന്നത്. I mean, to understand the voice of God. ഓ, ദൈവശബ്ദത്തിന് നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കണം. I mean, we should give ourselves to the voice of God. ഉയരത്തിൽ നിന്നുള്ള ഒരു ശബ്ദമാ. This is the voice from heaven. സ്വർഗ്ഗത്തിൽ നിന്നുള്ള ശബ്ദമാ. I mean, this is heaven from above. ഇവൻ എന്റെ പ്രിയ പുത്രനാണ്. This he is my beloved son. ഇവന് ചെവി കൊടുക്ക. Give ear to him. മോശക്കല്ല, I mean, not to Moses, ദാവീദിനുമല്ല, and not to David, ആമേൻ, ഹല്ലേലൂയ, അഹരോനുമല്ല, and not to Aaron. ദൈവപുത്രന്റെ ശബ്ദത്തിന്. I mean, give ear to the voice of the Son of കാരണം God. അവർക്കാർക്കും നമ്മളെ വീണ്ടെടുക്കുവാൻ കഴിഞ്ഞില്ല. None of the saints were able to redeem us. എന്നേക്കുമായ ഒരു വീണ്ടെടുപ്പ് നടത്തിയത് അവൻ മാത്രം. I mean, it is only Jesus who gave us a salvation that is eternal. അവനെയാണ് ഞാൻ നിങ്ങളും ആരാധിക്കുന്നത്. I mean, it is him that we worship. അപ്പോൾ ഈ ശബ്ദത്തിന് ചെവി കൊടുത്തില്ലെങ്കിൽ അവൻ ചെവിക്ക് പിടിക്കും. I mean, so if you don't give ear to his voice, then he will hold our ears. ഫറവോൻ ഇരിക്കുന്നത് സിംഹാസനത്തിലാണ്. I mean, Pharaoh is sitting on the throne. ഇളകുന്ന സിംഹാസനത്തിലാണ്. I mean, he reigns on the throne. ആമേൻ. എന്നാൽ ഉയർന്നും പൊങ്ങിയുമുള്ള സിംഹാസനത്തിൽ ഇരിക്കുന്നവൻ I mean, the one who sits on the most exalted throne. തന്റെ ദാസനായ മോശയോട് പറഞ്ഞു, I mean, he speaks to Moses saying this. അഹരോന്റെ അടുക്കലേക്ക് ചെല്ലണം. I mean, you should go to Aaron. ആമേൻ. കാര്യം പറയണം. I mean, you should tell this to Aaron. പുറപ്പാട് 5:1. Exodus chapter 5 verse 1. ആമേൻ. എന്റെ ജനത്തെ അവിടുന്ന് വിടണം, അവർക്കൊരു ഉത്സവം കഴിക്കണം. I mean, release my people, they need to worship. ആമേൻ. അവരെ വിട്ടയക്കണം. I mean, release them. ആമേൻ. ഫറവോൻ ചോദിച്ചു, ആരാണത്? I mean, Pharaoh is asking, who is this Lord? നടക്കുന്ന വിഷയമല്ല. I mean, this is not going to happen. നടക്കത്തില്ല. I mean, this is not going to happen. ആമേൻ. അങ്ങനെ നിങ്ങളുടെ ദൈവമാരാണ്? I mean, who is your God? പുറപ്പാട് 3:7 Exodus chapter 3 verse 7. 3:5 മുതൽ വായിക്കുമ്പോൾ We're reading from verse 5 എന്റെ onwards. ജനത്തിന്റെ കഷ്ടത കണ്ടു. I mean, I have seen the tears of my ആമേൻ. people. 7-ാം വാക്യത്തിൽ താഴോട്ട് വരുമ്പോൾ അവരുടെ നിലവിളിയൊക്കെ അവിടെ കേട്ടു. I mean, I've heard their cry. ആമേൻ. അവിടെ സങ്കടമൊക്കെ അറിഞ്ഞു. I mean, God knew their sorrows. ഇന്ന് പകൽക്കാലം അടുത്തിരിക്കുന്നവർക്ക് സങ്കടം അറിയത്തില്ലെങ്കിലും Today morning, your neighbor might not know your sadness. സൂപ്പർവൈസർക്ക് നമ്മുടെ വേദന Maybe അറിയത്തില്ലെങ്കിലും your supervisor might not know your pain. ഇന്ന് നമ്മുടെ പല പ്രിയപ്പെട്ടവർക്ക് നമ്മളെ അറിയത്തില്ലെങ്കിലും I mean, a lot of people may not know us. ഇന്ന് പകൽക്കാലം ഹൃദയം അറിയുന്ന ഒരുവൻ ഉയരത്തിലുണ്ട്. Today morning, there is a God who knows your heart. വേദന അറിയുന്ന ഒരുവൻ ഉയരത്തിലുണ്ട്. There is a God who knows your pain. അവൻ പറയാണ്, നിന്റെ സങ്കടം ഞാൻ അറിഞ്ഞു. I mean, he's saying, I
know your കണ്ണുനീര് sorrows. ഞാൻ കണ്ടു. Amen. I saw your tears. നിലവിളി ഞാൻ കേട്ടു. Amen. I heard your tears. സ്വർഗം അടങ്ങിയിരിക്കുന്നില്ല. Amen. Heaven is not silent. സ്വർഗം ഒരു പ്രവാചകനെ എഴുന്നേൽപ്പിച്ചു. Heaven raises up a prophet. ആമേൻ. ദൂതുമായിട്ട് ചെന്നു. Amen. Then he goes with the word. ഫറവോൻ ഏറ്റെടുക്കുവാൻ തയ്യാറല്ല, ശബ്ദത്തിന് ചെവി കൊടുത്തില്ല. Amen. Pharaoh was not willing to give his ear to him. നടക്കുന്ന വിഷയമല്ല. He said it is not going to happen. ഇവന് മനസ്സിലായില്ല ഇവനിരിക്കുന്ന സിംഹാസനം ഇളകുന്നതാണ്. Amen. He recognized that this throne is not going to be standing forever. പുറപ്പാട് 8:1 Exodus chapter 8 verse 1. ആരാധിപ്പാൻ എന്റെ ജനത്തെ വിട്ടയക്കണം. He's saying is release my people that they may worship me. നടക്കൂല. Amen. He said no, this is not going to happen. ഇവിടെ എന്തു ആരും പറയട്ടെ. Amen. Let people over here say whatever. യഹോവ ഇന്ന് പകൽക്കാലം എനിക്ക് നിങ്ങൾക്ക് തുണയാണെങ്കിൽ, Amen. Today if the Lord stands by you as a അവൻ refuge. നമ്മളെ മറന്നു പോകുന്ന ദൈവമല്ല. Amen. He's not a God who forgets you. സമയം അല്പം വൈകിയാലും അവനത് നിവർത്തിക്കും. Amen. Even if time is delayed, he's എന്റെ still going to bring it to പ്രിയപ്പെട്ടവരെ, fulfillment. മലയാള മനോരമ കലണ്ടർ നോക്കിയല്ല നമ്മുടെ ദൈവം പ്രവർത്തിക്കുന്നത്. Amen. Remember that our God does not work according to our calendars. സ്വർഗത്തിനൊരു കലണ്ടർ ഉണ്ട്. There's a calendar in heaven. സ്വർഗത്തിനൊരു സമയമുണ്ട്. God has a time. അത് ദൈവത്തിന്റെ സമയമാണ്. And that is the time of God. ആ ദിവസത്തിനായി ഞാനും നിങ്ങൾ കാത്തിരിക്കുക. And we are waiting for that time. അത് വരിക തന്നെ ചെയ്യും. And that day will come. കുഴഞ്ഞ ചേറ്റിൽ നിന്ന് നിന്നെ എടുക്കും. I mean, he takes you from the miry pit. കിടക്കുന്നിടത്തിനെ പണിതെടുക്കും. I mean, he will build you up again. ഓ 13-8 വാക്യ അധ്യായത്തിലും പറഞ്ഞു, അവൻ കേൾക്കത്തില്ല. I mean, in 8 chapter 8 also God is speaking to Pharaoh. ആമേൻ. 12 അധ്യായത്തിൽ പോകാം. When we go to chapter 12. ആമേൻ. 24 മുതലുള്ള വാക്യങ്ങൾ നിങ്ങൾ അധ്യായമൊക്കെ വായിച്ചാൽ മതി. I mean, we continue reading verses from 24 onwards. സിംഹാസനത്തിലിരിക്കുന്ന ഫറവോൻ എഴുന്നേറ്റു. I mean, we can see Pharaoh raises himself അവന്റെ from his ഭൃത്യന്മാർ throne. എഴുന്നേറ്റു. I mean, the people along with him stand. രാത്രിയിൽ ഒരു വിളിയുണ്ടാകിയ. I mean, there is a voice that they hear in the night. ആമേൻ. എല്ലാവരും എഴുന്നേൽപ്പിക്കുകയാണ്. He's saying, let everyone rise up. യഹോവ എഴുന്നേൽക്കുമ്പോൾ When the Lord rises, ശത്രുക്കൾ ചിതറിപ്പോകും. his enemies are scattered. ആമേൻ. ദൈവത്തിന്റെ സമയത്തെ തടഞ്ഞു നിർത്താൻ പറ്റത്തില്ല. I mean, we cannot stop when it's God's timing. ആമേൻ. അന്ന് രാത്രി ദൈവത്തിന്റെ സമയമായിരുന്നു. That night was the time of God. ആമേൻ. 12 അധ്യായം 25 മുതലുള്ള വാക്യങ്ങൾ നിങ്ങൾ വായിക്കുമ്പോൾ, When we read Exodus chapter 12 verse 25 onwards, ആമേൻ, അവിടെ കാണാൻ അവിടെ സ്തോത്രം ഒരു 50 പൈസ ജോലിക്ക് കൂട്ടി തരണമെന്ന് പറഞ്ഞാൽ ഇവർ കൊടുക്കുന്നവരല്ലായിരുന്നു. I mean, these were people who would not raise their pay. വർഷങ്ങൾ പണിയെടുത്തു. They worked for long years. ആമേൻ. ഒന്നും കൂട്ടി തരത്തില്ല. They would not raise anything in their pay. ആമേൻ. ഒരു രൂപ പോലും കൂട്ടി കൊടുക്കത്തില്ല. I mean, they would not raise their pay at all. ആമേൻ. അന്ന് അവർക്ക് ദൈവം അത് മിസ്രയീമര് ഈജിപ്ഷ്യൻ ഇസ്രായേലിനോട് കരുണ തോന്നുക. I mean, that night Egyptians have mercy on Israel. ചോദിക്കുന്നതെല്ലാം അവർ കൊടുക്കുക. 13-24 മുതൽ വായിച്ചാൽ Chapter 13 verse 24 onwards. എല്ലാം ചോദിക്കുന്നതെല്ലാം കൊടുക്കുകയാണ്. I mean, so we can see that as soon as the Israelites ask, Egyptians start to give. എന്ത് ചോദിച്ചാലും കൊടുക്കും. Whatever was asked, they started to give. ഞാനിങ്ങനെ ചിന്തിക്കുക, ഈ ഇസ്രായേലിലൊക്കെ മിസ്രയീമരുടെ അവിടെ പണിയെടുത്തപ്പോൾ നല്ല സാരിയും നല്ല ആഭരണങ്ങളൊക്കെ കണ്ടുവച്ചിരുന്നു, നല്ല കാഞ്ചീപുരമൊക്കെ കണ്ടു. അന്നേരം പറഞ്ഞു, ആ അലമാരി ഇരിക്കുന്ന സാരി വേണം കേട്ടോ, അവിടെ വെച്ചിരിക്കുന്ന ആ മാലയൊക്കെ ഇങ്ങനെ തന്നേര്. ചോദിച്ചതെല്ലാം കൊടുത്തുന്നേ. Amen. So we can see that whatever the Israelites asked, the Egyptians gave. ചുമ്മാ നോക്കി വെച്ചോ കേട്ടോ. പറഞ്ഞ ചുമ്മാ ആവശ്യമില്ലാത്തൊന്നും കയറി മോഹിക്കരുതേ. I do not desire anything that's ungodly. Praise the Lord. അന്ന് ചോദിച്ചതെല്ലാം കൊടുത്തു. So we can see whatever the Israelites asked, the Egyptians gave. ആമേൻ. ദൈവം എഴുന്നേൽക്കുമ്പോൾ When the Lord rises up, അതിനെ തടയാൻ പറ്റത്തില്ല. no one can stop his ആമേൻ. 14 അധ്യായത്തിൽ കാണുന്നത് when we go to chapter 14, ഒരു ദൈവത്തിന്റെ ന്യായവിധിയാണ്. I mean, we can see the judgment of God. ആമേൻ. ഫറവോന്റെ ചെവിക്ക് ദൈവം പിടിച്ചു. I mean, we can see God holding the ear of Pharaoh. ആമേൻ. വെള്ളം കുടിക്കുക. I mean, now he's drinking water. ആമേൻ. 15 അധ്യായത്തിന്റെ 1 മുതൽ പാട്ട് കാണാൻ സാധിക്കും. And chapter 15 verse 1 onwards, you see a song. ആളുകളിൽ അവർ കരഞ്ഞവരാണ്. I mean, these were people who cried in the ഇപ്പോൾ past. അവരൊരു പുതിയ പാട്ട് പാടുകയാണ്. Now they have a new song. ഓ സ്തോത്രം. ഇന്ന് പകൽക്കാലം പഴയ നിയമത്തിൽ ഈ യുദ്ധമൊക്കെ ജയിക്കുമ്പോഴും അതെ സ്തോത്രം, അതെ ഇങ്ങനെ ചെങ്കടലൊക്കെ കിടക്കുമ്പോഴാണ് പാട്ട് പാടിയത് വിശുദ്ധന്മാരെ. I mean, the Old Testament, whenever the battle was won, that's when they sang a song. എന്നാൽ പൗലോസിനോട് ശീലാസിനോട് ചോദിച്ചാൽ അവര് പറയും, But when you ask Paul and Silas, കഷ്ടതയുടെ തീച്ചുളയിൽ കൂടി കടന്നു പോയപ്പോ even when we went through the midst of suffering, അതിന്റെ നടുവിൽ പാട്ട് പാടാൻ തുടങ്ങി. they started to sing songs in midst of അത് suffering. കഴിയാൻ അവർ നോക്കുന്നില്ല. I mean, they are not waiting for it to അവരുടെ pass. മേൽ ആളിക്കത്തുന്ന ഒരു ആത്മാവുണ്ടായിരുന്നു. I mean, there was a spirit that was dwelling within them. ഇന്ന് പകൽക്കാലം സകലവും പ്രതികൂലമാകുമ്പോൾ
അതിന്റെ നടുവിൽ സ്തോത്രം ചെയ്തു. Amen. When everything's against you, you should be able to praise ദൈവം God. തന്റെ ഹിതം നമ്മുടെ ജീവിതത്തിൽ നിറവേറ്റും. God will fulfill His will in our life. ദൈവം വിടുവിക്കുന്ന ദൈവമാണ്. God is a God who will deliver us. ഫറവോൻ അയ്യം വിളിക്കുകയാണ്. And now we can see Pharaoh is crying ഫറവോൻ out to വെള്ളം God. കുടിക്കുകയാണ്. And now Pharaoh is in trouble. ആമേൻ. ദൈവം ആരാണ്? Who is our God? ഇന്ന് പകൽക്കാലം ചെവി കൊടുക്കുന്നവനെ ചേർത്ത് പിടിക്കുന്നവനാണ്. Amen. He's the one who embraces, one who listens to അവനെ Him. കരം കൊടുത്ത് എഴുന്നേൽപ്പിക്കുന്നവനാണ്. Amen. He's one who strengthens those who listen to Him. ആ ശബ്ദം തിരിച്ചറിയാത്തവന് Amen. To those who are not able to recognize His അതെത്ര voice. ഉന്നതനാണെങ്കിലും Amen. Even though you are exalted. അവനെ ദൈവം ന്യായം വിധിക്കും. Amen. God will pass the ദൈവം judgment. ശിക്ഷിക്കുന്ന ദൈവമാണ്. God is a God who punishes you. ദൈവം കരുതുന്ന ദൈവമാണ്. God is a God who cares for you. ആമേൻ. തിരുവചനത്തിൽ ഉടനീളം അത് കാണുവാൻ കഴിയും. And we can see this nature throughout the scriptures. ആമേൻ. എവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്? Amen. Where do I see that? ആമേൻ. യോശുവയുടെ പുസ്തകത്തില് Book of Joshua, 6-ാം അധ്യായത്തിലേക്ക് നോക്കുമ്പോൾ chapter 6. അവിടെ ഒരു മിടുക്കനെ നമുക്ക് കാണാൻ We കഴിയും. can see somebody strong there. പേരെന്താണ്? ആഖാൻ എന്നാണ്. His name is Achan. ആമേൻ. ആഖാൻ ഒരു കുഴപ്പം സംഭവിച്ചു. Amen. He has a small mistake. പാട്ടും ആരാധനയെല്ലാം ഉണ്ടായിരുന്നു. Amen. He had songs, he had worship, പക്ഷെങ്കില് but ആമേൻ ആ ബാബിലോണ്യ മേലങ്കിയും Amen. He had to take the ആ Babylonian സ്വർണ്ണക്കട്ടിയൊക്കെ garment. കണ്ടപ്പോൾ When he saw the gold biscuit, അവൻ ഇത് എടുത്തോണ്ട് പോയി. Amen. He took it. 6:13 മുതൽ അതൊന്നും തുടരുതെന്ന് തമ്പുരാൻ അരുളി ചെയ്തിട്ടുണ്ട്. Joshua chapter 6 verse 13, God said, do not touch any of these ആമേൻ. things. അത് യഹോവയുടെ ആലയത്തിലേക്കുള്ളതാണ്. Amen. Those were things for the യെരിഹോവിലുള്ള temple of ഒന്നും God. തുടരുത്. They said you should not touch any of those things. എന്നാൽ ഇവൻ അതിൽ കയറി തൊട്ടു. But still Achan chose to touch it. ദൈവം അവനെ തൊട്ടു. Amen. God touched Achan. ദൈവം അവനെ സന്ദർശിച്ചു. God dealt with Achan. ആമേൻ. അത് അവന്റെ ആ പരാജയമായിട്ട് And മാറുകയാണ്. we can see that resulted in a failure. മരണമായിട്ട് മാറുകയാണ്. Amen. That results in a failure. ദൈവശബ്ദത്തിന് ചെവി കൊടുക്കുന്നവരെ To those who give ear to the അവൻ voice of കരം God, പിടിച്ചു നടത്തും. God will lead you. മരുഭൂമിയുടെ ചൂടിലും Amen. Even in the heat of the അവൻ wilderness, അഗ്നിജ്വാലയുടെ നടുവിലും in midst of the fire, ദൈവം അവരോട് കൂടെയുണ്ട്. God is there with them. ദൈവം തന്റെ തൂവലുകൾ കൊണ്ട് അവരെ മറയ്ക്കും. God covers them with their feathers, അവൻ His feathers, പകൽ പറക്കുന്ന അസ്ത്രത്തിൽ നിന്ന് വിടുവിക്കും. and the fiery darts that fly by. ശബ്ദത്തിന് ദൈവം പറഞ്ഞത് അനുസരിക്കാത്തവരെ Amen. To those who do not hear the voice of God. ആരുമായിക്കൊള്ളട്ടെ ദൈവം കരുണ കൂടാതെ ശിക്ഷിക്കും. Amen. Whoever you may be, God will deal with. ആരാധിച്ചവനാണ് ആഖാൻ. Amen. Achan is one who worshiped God. ആഗോർ താഴ്വരയിൽ അവൻ പട്ടുപോകുകയാണ്. Amen. We can see now they fail in the valley of Achor. അവൻ പരാജയപ്പെട്ടു പോയി. Amen. You can see Israelites ദൈവ failed. ശബ്ദത്തിന് ചെവി കൊടുത്തില്ല. Amen. They didn't hear the voice of God. യോഹന്നാന്റെ സുവിശേഷം 9-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ When we come to the Gospel of John chapter 9, 1-ാം വാക്യത്തില് verse 1, ആമേൻ സ്തോത്രം പിറവിയിലെ കുരുടനായ ഒരു മനുഷ്യനെ കാണാൻ കഴിയും. we can see a man that is blind from birth. പിറവിയിലെ കുരുടൻ. യോഗത്തിന് വന്നപ്പോഴല്ല കുരുടനായത്. Amen. He was blind from birth, not വന്ന from. വഴിക്കുമല്ല Amen. He കുരുടനായത്. didn't get blind on his way to the church. ശരിക്ക് പറയാം പിറവിയിലെ കുരുടനായിരുന്നു. Scripture clearly says he was blind from birth. ആമേൻ സ്തോത്രം. അതെ അപ്പോസ്തല പ്രവൃത്തിയില് അവരെ മുടന്തൻ അമ്മയുടെ ഗർഭം മുതൽ അവൻ മുടന്തനാ. Amen. So in Acts chapter 3, you see a man who's ഇന്ന് crippled പലരും from birth. കൺവെൻഷന് വരുമ്പോഴാ മുടന്തരായിട്ട് വരുന്നത്. Amen. Often we come crippled when we come for the പുസ്തകം prayer വളരെ meeting. വ്യക്തമാണ്. Amen. What does the scripture say? ആമേൻ. അതെ 9-ാം അധ്യായത്തിൽ കാണുന്നു പിറവിയിലെ കുരുടനായ മനുഷ്യൻ. John chapter 9 says a man 7-ാം blind from birth. വാക്യത്തിൽ യേശു അവനെ കണ്ടുമുട്ടി. Amen. Verse 7, Jesus meets the blind യേശു man. അവനെ സൗഖ്യമാക്കുന്നത് നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം. We can see that Jesus is healing ആമേൻ. this blind man. നിലത്ത് തുപ്പി ചേറുണ്ടാക്കി Amen. We can see Jesus spits ഈ on the floor, കണ്ണിന്റെ മേൽ അങ്ങ് creates വെച്ചു. dirt. Then he puts it on the eyes of the blind man. സൗഖ്യം അവിടെ വന്നില്ല. Amen. We can see that he's not healed. ആമേൻ. അവനോട് പറയുകയാണ് Amen. This is what Jesus tells ഈ him. ശീലോകം വരെ പോകണം. He said, go to the pool of Siloam. നയമാനെ പോലെ വേണമെങ്കിൽ തർക്കിക്കാമായിരുന്നു. Amen. Just like now, വേണമെങ്കിൽ he വാദിക്കാമായിരുന്നു. could have refuted it and debated it. ആമേൻ. ആ പറഞ്ഞത് അതുപോലെ അവൻ അനുസരിച്ചു. We can see that the blind man chooses to listen. കണ്ണ് കാണത്തില്ല എനിക്ക്. Amen. He's saying, I do ഇപ്പോൾ not, I'm not ചേറ് able to see. മുഖത്തുണ്ട്. Amen. There is a mud on my എന്തിനാ eyes. ഞാനിങ്ങനെ നടക്കേണ്ടത് ഇനിയും? Boy, should I walk like this? ഇല്ല. ഇന്ന് പകൽക്കാലം കേൾക്കുന്ന ശബ്ദം പോഷനെ പോലെ വിശ്വസിക്കണം. Amen. Whatever voice you hear, you should hear it അവൻ as a ചേറ്റിൽ fool. നിന്ന് നിന്നെ എടുക്കുന്ന ദൈവമാണ്. He's a God who embraces you and exalts you. ഇന്ന് പകൽ അനുസരിക്കുന്നതാണ് ഏറ്റവും അംഗീകരിക്കുന്ന ദൈവം. Amen. Today morning, what God wants is an obedient ആ heart. കണ്ണ് കാണാത്ത മനുഷ്യൻ And this blind man, ആ ശബ്ദം ഏറ്റെടുത്തു. we can see that he takes on the അവിടെ voice of Jesus. പറയുന്നത് അവൻ പോയി കഴുകി
കാഴ്ച പ്രാപിക്കുന്നവനായിട്ട് മടങ്ങി വന്നു. And the scripture says that he went, washed his eyes, and comes back with one who received sight. ശബ്ദം അനുസരിച്ച ചില മാറ്റങ്ങൾ ഉണ്ടാകും. So when you hear his voice, you will be transformed. ഈ ദിവസങ്ങളിൽ നമ്മുടെ കണ്ണുകൾ തുറക്കും. Today morning, our eyes will be opened. ദൈവത്തിന്റെ കരുതലുകളെ കാണുവാൻ കഴിയും. Amen. We'll be able to see the hand of God. ദൈവ പ്രവർത്തികളെ കാണുവാൻ കഴിയും. We'll be able to see the work of God. ഈ ലോകത്തിന്റെ ദൈവം നമ്മുടെ കണ്ണുകളെ കുരുടാക്കിയിരിക്കുകയാണ്. Amen. The world makes us eyes blind. അനുസരണക്കേടിന്റെ ആത്മാവാണ് വ്യാപരിക്കുന്നത്. Amen. There is a spirit of disobedience that's there. ശീലോകം വരെ പോകാൻ തയ്യാറാകണം. But we have to be willing to go to the pool of Siloam. നടന്നു ചെല്ലാം. Amen. We have to walk all that way. കാൽവരിയോട് അടുത്ത് ചെല്ലും. Amen. Do not go there without fear. ശബ്ദമെന്ന് തിരിച്ചറിഞ്ഞാൽ, if you are able to recognize the voice, ഇന്ന് പകൽക്കാലം 2020 വിഷനാ. Amen, then you're going to have a 2020 അത് vision. പ്രാപിച്ചു കഴിഞ്ഞപ്പോൾ പൗലോസ് പറയാണ്, Amen. When having received the എനിക്ക് revelation, ജീവിക്കുന്നത് ക്രിസ്തു, മരിക്കുന്നത് ലാഭമാണ്. Paul says out like this, for me to live is Christ and to die is gain. എന്തെല്ലാം ആയിക്കൊള്ളട്ടെ, Amen. Whatever be ഈ the ബന്ധത്തിൽ situation, നിന്ന് എന്നെ വേർപിരിക്കത്തില്ല. Amen, nothing will be able to separate me from the love of Christ, കാരണം അവൻ എന്നെ വീണ്ടെടുത്തു. because he redeemed me. എനിക്ക് ലാഭമായെല്ലാം ഞാൻ ഛേദമായി എണ്ണുകയാണ്. Whatever was profit I consider loss now. എന്റെ പ്രിയപ്പെട്ടവരെ, ആ കുരുടൻ ചെവി കൊടുത്തു. Amen. We can see the blind man കുരുടൻ listen ആ to the voice ശബ്ദം of God. തിരിച്ചറിഞ്ഞു. Blind man recognized the voice of Jesus. ആമേൻ. കാഴ്ച കാണുന്നവനായി മടങ്ങി വന്നു. We can see that he received sight and walks away. ഇന്നലകളുടെ അവസ്ഥയെ തുടച്ചു മാറ്റുവാൻ ദൈവത്തിന് കഴിയും. God is able to erase your past. ഒരു പുതിയ വഴിയിൽ കൂടി നിന്നെ നടത്തുവാൻ കഴിയും. Amen. He's able to make you walk through a new path. തടയേണ്ട ആവശ്യം ഇനി വരത്തില്ല. Amen. No one will have to stop you. നട്ടം തിരിയേണ്ട ആവശ്യം വരത്തില്ല. You won't be troubled anymore. ഇന്ന് പകൽ ദൈവത്തിന്റെ തേജസ്സാണ് നമ്മുടെ കണ്ണുകളെ Amen. പ്രകാശിപ്പിക്കുന്നത്. Today morning is the glory of God that makes our eyes open. ദൈവത്തിന്റെ മുഖമാണ് നാം കാണുന്നത്. Amen. We are able to see the face of God. ആമേൻ. ദൈവ ശബ്ദത്തിന് ചെവി കൊടുത്തു. Amen. He gave ear to the voice of God. ആമേൻ. നമ്മുടെ അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 5-ാം അധ്യായത്തില് നമുക്കൊരു ദമ്പതിമാരെ കാണാം. 5-ലല്ലേ? അനന്യാസും സഫീറയും. Acts chapter 5, you see a family couple there, Ananias and Sapphira. ആമേൻ. സ്തോത്രം. ഇവര് വലിയ വിദഗ്ധരായിരുന്നു. ഇവര് വീട്ടിലിരുന്ന് എന്താ പറഞ്ഞെന്നറിയോ? നമ്മുടെ ഉപദേശിക്ക് കണക്കൊന്നും അറിയത്തില്ല. Amen. They said, this is a smart family. They said, our pastor doesn't know maths പുള്ളിക്ക് much. ഡോക്ടറേറ്റ് ഒന്നും ഇല്ല കേട്ടോ. He doesn't have any doctorate either. പുള്ളി മുക്കുവനായിരുന്നേ. He was a fisherman. പുള്ളി കിട്ടുന്നത് ഇങ്ങനെ മേടിച്ചു നോക്കും, നോക്കത്തൊന്നുമില്ല. He won't look what is given. He'll just take whatever he receives. പരിശുദ്ധാത്മാവുള്ള പുള്ളിയാ പുള്ളി. Amen. But he's got the Holy Spirit. ആമേൻ. ആത്മാവുണ്ട്. But he's got the Spirit. പത്രോസ് മുക്കുവനാ, കാര്യം ശരിയാ. It is true that Peter is a fisherman. ലോകത്തിന്റെ ദൃഷ്ടിയിൽ നിങ്ങൾ പോഷനാണെങ്കിലും Amen. You might be fool in the eyes of the ദൈവത്തിന്റെ world, ദൃഷ്ടിയിൽ ശ്രേഷ്ഠനാണ്. but you are exalted in the eyes of God. പത്രോസിനെ കബളിപ്പിക്കാൻ അന്തോനിയും സാറാമയും നോക്കി. Amen. We can see this couple tried to trick the pastor. ആമേൻ. എന്താ സംഭവിച്ചത്? What happens? ചെവി കൊടുത്തില്ല, ദൈവശബ്ദത്തിന് ചെവി കൊടുക്കാതെ. And they didn't give ear to the voice of God. ആമേൻ. കബളിപ്പിക്കാൻ നോക്കി. They tried to trick the pastor. ആമേൻ. ഇന്ന് വരെ നടക്കാത്ത സംഭവം നടന്നു. Amen. Something that happened there. ഭയം അവിടെ ഉണ്ടാകിയാണ്. Amen. We see that there's a great fear over there. ഇന്ന് പകൽക്കാലം ദൈവത്തെ പ്രസാദിപ്പിക്കുന്നവരാണ് ഞാനും നിങ്ങളും. Amen. Today morning we are people that please God. ദൈവത്തെ കബളിപ്പിക്കുകയല്ല. Amen. Not people who trick God. ദൈവത്തിന് പ്രസാദമുള്ളത് ചെയ്യുക. But rather doing the things that please God. ആമേൻ. യോഹന്നാൻ സ്നാപകൻ എന്താണ് പറഞ്ഞത്? What does the John Baptist say? യോഹന്നാൻ 3:30 എന്താ പറഞ്ഞത്? John chapter 3 verse 30. ഞാൻ വളരണമെന്നാണോ പറഞ്ഞത്? He didn't say that I should grow. ആമേൻ. ഞാനോ കുറയണം. He said let me reduce അവൻ വളരണം. and let him increase. ഞാനോ കുറയണം. Let me decrease. നമ്മുടെ ആരാധനയിൽ യേശു ഉയർന്നു നിൽക്കണം. Amen. In our worship let Jesus be നമ്മുടെ exalted. വചനത്തിൽ യേശു ഉയർന്നു നിൽക്കണം. Let Jesus be exalted. എങ്കിൽ മാത്രമേ ആ ശബ്ദം ജനം കേൾക്കത്തുള്ളൂ. Then only we can hear the voice of God. ഇന്ന് പലയിടത്തും ചെന്ന യേശു ഉണ്ണീശോയാ. Amen. When we go into many places, യേശുവിനെയാ കാണുന്നത്. now everybody see infant Jesus, not the real Jesus. Amen. We can see they have bigger houses. യേശു ഇങ്ങനെ ചെറുതായിട്ട് പലരും നമ്മൾ ഉണ്ണീശോ ആരാധിക്കുന്ന, പക്ഷേ നമ്മുടെയൊക്കെ യേശു ചെറിയ യേശു. Amen. Often our Jesus is like an infant Jesus. ഇന്ന് പകൽക്കാലം നമ്മുടെ യേശു നമ്മുടെ ജീവിതത്തിൽ നിന്ന് വളരട്ടെ. Amen. Today morning let Jesus have grow in our lives. യേശു വളർന്നാലേ ആ കീഴിൽ നമുക്ക് ഇരിക്കാൻ പറ്റത്തുള്ളൂ. Only if Jesus grows യേശുവിനെ within us കാൽ can we submit. കീഴിലാക്കരുത്. Amen. Do not make him a baby. ജോലിയുടെ അടിയിൽ യേശുവിനെ വെക്കരുത്. Don't put him under your job. അവൻ ആരാണെന്ന് തിരിച്ചറിഞ്ഞ് Amen. We should recognize ആ who he is. ശബ്ദത്തിന് ചെവി കൊടുത്താൽ And if you're willing to give ear
to അവൻ his voice. ഒരിക്കലും നമ്മളെ ഉപേക്ഷിക്കുന്ന ദൈവമല്ല. He is a God who will never forsake you. അവൻ മറക്കുന്ന ദൈവമല്ല. He's not a God who forsakes you, forgets അവൻ you. ഉന്നതനും ഉയർന്നിരിക്കുന്നവനുമാണ്. He is one who sits on the exalted പരിശുദ്ധൻ എന്ന throne. നാമം ധരിച്ചവനാണ്. And he has the name Most Holy One. ഓ, സറാഫുകൾ നോക്കിയിട്ട് പറയും, സൈന്യങ്ങളുടെ ദൈവമായ യഹോവ പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. We can see the seraphim say together, Lord of hosts is the holy, holy, holy. ഓ, നമ്മൾ ആരാധിക്കുന്ന കർത്താവ് ആരാണ്? Amen. Who is the Lord that we worship? അവൻ പരിശുദ്ധനായ ദൈവമാണ്. Amen. He is the most holy God. ദൈവശബ്ദത്തിന് ചെവി കൊടുക്കണം. Amen. We should be people that give ear to the voice of God. ഏത് തുറയിലുള്ളവരാണെങ്കിലും, Amen. Whatever be your situation. അവൻ ആരാണെങ്കിലും, Amen. Whoever you may be. അതുകൊണ്ടാ മറിയ യോഹന്നാൻ 2 പറഞ്ഞത്. That is why Mary in John chapter 2. അവൻ എന്തെങ്കിലും കൽപ്പിച്ചാൽ അത് ചെയ്യണം കേട്ടോ. Amen. If he does say anything to you, you should do that in such 7 manner. വാക്യത്തിൽ അവനത് പറഞ്ഞു. Amen. 2 verse 7, Jesus says, കൽപാത്രങ്ങളിൽ വെള്ളം അവർ നിറച്ചു. they start filling water in the pots. അതിനെ വക്കോളം നിറച്ചു. They filled the water to the brim of the water ആ pots. ശബ്ദത്തിന് അവർ ചെവി കൊടുത്തപ്പോൾ When they gave ear to the voice of Jesus, കാലിയായ കലവറകളിൽ ചിലത് നിറയുകയാണ്. and we can see that the empty vessels ഇന്ന് start to be filled. പകൽക്കാലം ചിലതിനെ സാത്താൻ ശൂന്യമാക്കി. Amen. Today morning the Satan has emptied certain ചിലതിനെ vessels. ശത്രു അപഹരിച്ചു കൊണ്ടുപോയി. Amen. Certain Satan has taken ഇന്ന് away. പകൽക്കാലം ശബ്ദത്തിനൊന്ന് ചെവി കൊടുക്കാം. Amen. Let's give ear to the voice of God. ശൂന്യതകൾ മാറട്ടെ. Amen. And let all of our thoughts. ആമേൻ. അവൻ നിന്റെ വിലാപത്തെ നൃത്തമാക്കുന്ന ദൈവമാണ്. Amen. He's a God who will change your mourning to dancing. അഴിച്ചു മാറ്റുന്ന ദൈവമാണ്. Amen. He's a God who will deliver you. ഓ, പാൻട്രിയിൽ ഇതുവരെ ഒന്നുമില്ലായിരുന്നു. Amen. We can see that the pantry was empty. എന്നാൽ ഇപ്പോൾ നാഥന്റെ ശബ്ദത്തിന് അവർ ചെവി കൊടുത്തപ്പോൾ, Now when they gave ear to the voice of the ഓ, Lord, ചില ഇല്ലായ്മകളെ ദൈവം തുടച്ചു മാറ്റുകയാണ്. we can see that God changes away their emptiness. ആമേൻ. ദൈവത്തിന്റെ പ്രവൃത്തി അഗോചരമാണ്. Amen. God's work is mysterious. അത് കാണുവാനും കേൾക്കുവാനും ഇന്ന് പകൽക്കാലം ഹൃദയദൃഷ്ടി പ്രകാശിക്കണം. Amen. If you have to see and hear it, we have our eyes of the heart അത് should be open. തിരിച്ചറിയുവാൻ നമുക്കൊരു കൃപ പ്രാപിക്കണം. And we need a grace to understand that. ആമേൻ. അവിടെയാണ് ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടുന്നത്. Amen. That is where the glory of God is revealed. ആമേൻ. ദാനിയേലിന്റെ പുസ്തകത്തിൽ ഒരു രാജാവിനെ കാണാം. We can see a king in the book of Daniel. വലിയ പുള്ളിയാണ്. Amen. He's a great king. 5-ാം അധ്യായത്തിൽ അദ്ദേഹത്തെ കാണാം. we അതിനു can മുമ്പ് വേറെ ആളുണ്ട് കേട്ടോ. We can see in chapter 5, we can see that king mentioned. അദ്ദേഹത്തിന് ഒരു തോന്നൽ വന്നു, Amen. He starts to have a thought. ഒരു വലിയ പാർട്ടി നടത്തണം. Amen. He decides to have a great party. എത്ര പേരാ അവിടെ വന്നത്? 1000 പേര്. 10 പേര് വന്നാൽ നമുക്ക് ഭയങ്കര. It's about 1,000 people gathered. 1000 2000 വന്നോട്ട് കുഴപ്പമൊന്നുമില്ല. Amen. Let 1,000 or 2,000 come. പക്ഷെങ്കില് ആമേൻ സ്തോത്രം, ചെയ്യുന്ന പ്രവൃത്തിയെ സ്വർഗം വീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. Amen. We should recognize that, but heaven is observing what's happening over here. ആമേൻ. ഇവിടെ ആമേൻ അങ്ങനെ കുടിച്ച് ആമേൻ രസിച്ചിരിക്കുമ്പോൾ ഒരു തോന്നല് ഇദ്ദേഹത്തിന് വന്നു. Now we can see that they're intoxicated and suddenly he has a thought. ആമേൻ. എന്താ തോന്നലെന്ന് ചോദിച്ചാൽ, What is his thought? ആമേൻ, ആലയത്തില് അപ്പനായ നെബൂഖദ്നേസർ കുറച്ച് ആമേൻ പൊൻപാത്രങ്ങൾ കൊണ്ട് വെച്ചിട്ടുണ്ട്. Amen. The thought that comes is his father അത് had brought a lot of അത് gold, കുടിക്കാനങ്ങ് തീരുമാനിച്ചു. gold utensils and സ്വർഗം അത് കേട്ട് മൗനമായിരുന്നില്ല. so the king asked those utensils സ്വർഗം to be അത് brought there. കണ്ടു. ആമേൻ. And heaven hears what's happening. പ്രവൃത്തികളെ തൂക്കി നോക്കുന്ന ദൈവമാണ്. Amen. Heaven and God is a God who measures your hearts and thoughts. ആമേൻ. അവൻ നമ്മുടെ നിരൂപണം ദൂരത്ത് നിന്ന് ഗ്രഹിക്കുന്ന Amen. He ദൈവമാണ്. knows your thoughts from afar. ദൈവത്തിന് സൈക്കോളജി ഒന്നും പഠിക്കണ്ട. God doesn't need to study psychology. അവൻ ദൂരത്ത് നിന്ന് ഗ്രഹിക്കുന്ന ദൈവമാണ്. He's a God who knows you from far. ഹൃദയങ്ങളെയും നിനവുകളെയും അറിയുന്നവനാണ്. He knows every thoughts of your heart. ഇവന്റെ ഹൃദയത്തിനുള്ളിലുള്ള സ്വർഗം പിടിച്ചെടുത്തു. And now we can see heaven catches what is there in the thoughts of the king. ഇവൻ ഇപ്പോൾ ആലയത്തിലെ പാത്രം അശുദ്ധമാക്കുകയാണ്. Now he's making the vessels of the temple unholy. ആമേൻ. ദൈവം ഇവനോട് ഇടപെടാൻ തീരുമാനിച്ചു. So now God decides to deal with King എങ്ങനെ Belshazzar. ഇടപെടുന്നത്? How does he deal with the king? ഫോൺ വിളിച്ചാൽ ഈ പുള്ളി ഫോൺ എടുക്കത്തില്ല. I mean, when the king, he would never take the phone. It always goes to the voicemail. പിന്നെ കേൾക്കുന്നത് വോയിസ് മെയിൽ ഫുള്ളാണ്. Then the voicemail is full right now. അപ്പൊ ഫോണിൽ കൂടെ രക്ഷയില്ല. So there is no way to get the attention of the king through the phone. അയച്ചാൽ പുള്ളി നോക്കത്തുമില്ല. I mean, if an email is sent, the king doesn't even respond. ടെക്സ്റ്റ് തന്നെ അയച്ചേക്കാം. Okay, then let me send a text. അത് ഏതിലോട്ട്? ഐഫോണിലോട്ടാണോ? Does it go to iPhone? അവന്റെ മുന്നിലുള്ള ഐഫോണിലോട്ട് അങ്ങ് I sent to the iPhone that was there right in front of the screen. എഴുതി കൊടുത്തു. I wrote it on the wall. ആമേൻ. സ്വർഗത്തിന്റെ വിരലുകൾ കൊണ്ട് എഴുതി. I wrote it with the finger of God. ഈ പലരെയും പല കുറിപ്പും വായിച്ച് അവൻ പേടിപ്പിച്ചിട്ടുള്ളതാണ്. I mean, he is one who has brought fear into many people by reading രാജാവിന്റെ many things. കൽപ്പന വായിച്ച് പലരും വിറച്ചിട്ടുണ്ട്. I mean, many have feared the king. പലരെയും മരണത്തിന് വിധിച്ചിട്ടുള്ളവനാ. I mean, he is one who has declared death for many. ഇവിടെയുള്ള ഈ ടെക്സ്റ്റ് വായിച്ചപ്പോൾ പുള്ളി അവിടെ പറയുന്നത്
അരയുടെ ഏ പഴിഞ്ഞു. We can see when he read the text, his hip was shaken. കാലിന്റെ മുട്ടിന് വേദനയാന്നല്ല പറഞ്ഞത്. It doesn't say that his knees had pain. ചില വേദനയുണ്ടെങ്കിലും നിങ്ങൾ ശക്തമായിട്ട് ആരാധിച്ചു. If you have a little pain, just worship God powerfully, strongly. മുട്ട് ആടിപ്പോയെന്നാ It പറഞ്ഞത്. says that his knees was shaken. ഉടനെ കൊട്ടാര വൈദ്യന്മാർ ഫിസിയോതെറാപ്പിസ്റ്റ് ഇവിടെ ആരെങ്കിലും ഉണ്ടോ? ഫിസിയോതെറാപ്പിസ്റ്റ് ഒക്കെ വന്ന് കാണും. Suddenly the physiotherapist must have come. ആമേൻ. അത് ഏറ്റവും വലിയ അത് ഡോക്ടേഴ്സ് ഒക്കെ വന്ന് കാണും. All of the doctors must have come. പൾസ് ഒക്കെ പുള്ളിയുടെ മുഖഭാവമൊക്കെ ഒന്ന് മാറി. We can see that his face expression ഇനി changed. ഷുഗർ കുറഞ്ഞതാണ്, ഇച്ചിരി പഞ്ചസാരയൊക്കെ കൊടുത്തു നോക്കാം. ഇനി മുഖഭാവമൊക്കെ മാറിയില്ല, വേർക്കാൻ തുടങ്ങി. So maybe his sugar must have dropped. Let's give him some sugar. പ്രഷറിനും കുഴപ്പമൊന്നുമില്ല, ഷുഗറും കുറഞ്ഞിട്ടില്ല. So we can see the pressure is all okay, the sugar പക്ഷേ is fine, പുള്ളിക്ക് എഴുന്നേറ്റ് നിൽക്കാൻ പറ്റുന്നില്ല. but he is not able to stand. അരയുടെ ഏ പഴിഞ്ഞെന്നാ പറയുന്നത്. The word of God says that his hip was നടുവിനൊരു shaken. വേദന പിടിച്ചാ വരുന്ന ബുദ്ധിമുട്ടെന്തോ. If you get a pain like that, then it's real difficulty. ഇത് മൊത്തം അങ്ങ് വിട്ടുപോയാൽ എന്തോ ആയിരിക്കും അവസ്ഥ. What will happen if everything separates? ഈ പുള്ളിയോട് ചോദിക്കാന്ന് വിചാരിച്ചാൽ പുള്ളി ഇനി കണ്ടുകിട്ടത്തുമില്ല. So if you think about asking him, you would never be able to find him. ആമേൻ, സ്തോത്രം. ഇത് കണ്ടു പുള്ളിക്ക് ആപ്പാടെ വിഷമമായി. As having seen this, now he's really പല troubled. ഭാഷ പുള്ളിക്ക് അറിയാം, പക്ഷെ ഈ ഭാഷ അറിയത്തില്ല. He knows a lot of languages, but he doesn't know the language ഇന്ന് that പകൽ is written on the wall. സ്വർഗ്ഗത്തിന്റെ ഭാഷ തിരിച്ചറിയുന്നവർക്കായി ഞാൻ സ്തോത്രം ചെയ്യുകയാണ്. I praise and thank God for those who are able to ഒത്തിരി understand the language of അറിയാമെങ്കിലും heaven. ഇന്ന് പകൽ സ്വർഗ്ഗത്തിന്റെ ഭാഷ തിരിച്ചറിയുക. Even if you know a lot of things, you should know the language of heaven. സയൻസും അറിയുന്നതൊക്കെ നല്ലതാണ്. It's good to hear what the science says. സ്വർഗ്ഗം സംസാരിക്കുമ്പോൾ അത് തിരിച്ചറിയണം. We should be able to recognize the voice of God. ആമേൻ, പ്രൈസ് ദി ലോർഡ്. പുള്ളിക്ക് ഒരു പണിയും പറ്റുന്നില്ല. So now ശമ്പളക്കാരെയൊക്കെ വിളിച്ചു, ശമ്പളക്കാർക്കും പറ്റുന്നില്ല. so nobody else is able to interpret ഇത് the language. വ്യാഖ്യാനിപ്പാൻ പറ്റുന്നില്ലെന്ന്. Nobody is able to interpret the അതിന് language. പരിശുദ്ധാത്മാവ് വേണം. You need the Holy Spirit. കറങ്ങി നടക്കുന്നവന് പറ്റത്തില്ല. To those who are roaming around, they ആമേൻ, cannot. ആത്മാവ് വേണം. You need the Spirit of God. ദൈവകൃപ വേണം. You need the grace of God. ദൈവത്തിന്റെ വഴികളെയും ദൈവത്തിന്റെ നിലവുകളെയും അറിയണമെങ്കിൽ If you have to know the way of God and the works of God. അല്ലാത്തവർക്ക് അത് അറിയത്തില്ലെന്ന്. Those who do not have the Spirit cannot understand it. ആമേൻ. നമ്മുടെ ഭക്തനായ ആമേൻ നമ്മുടെ ദാനിയേൽ അപ്പച്ചനെ കൊണ്ടുവരിക. Now we can see the saint Daniel appearing. ആമേൻ. അവര് ദാനിയേൽ കാര്യമൊക്കെ പറഞ്ഞ് നിങ്ങൾ അധ്യായം വായിച്ചാൽ മതി. We can see what Daniel 20 മുതൽ നിങ്ങൾ താഴോട്ടങ്ങ് വായിക്കുമ്പോഴേ കാണാം. നിന്റെ അപ്പനായ നെബൂഖദ്നേസറിന് സംഭവിച്ചൊക്കെ അറിയാവല്ലോ അച്ഛ, രാജാവേ അറിയാവല്ലോ, എന്നിട്ട് ഇതെല്ലാം കണ്ടിട്ട് നീ കൂട്ടാക്കിയില്ല. We can see Daniel reminding the king that you know what all happened to your father. അപ്പനായ നെബൂഖദ്നേസർ. താങ്ക് യു. അതുള്ളത് നല്ല. ഞാൻ ഇടയ്ക്ക് ക്ലോക്ക് നോക്കുമായിരുന്നു, കണ്ടില്ല. പ്രൈസ് ദി ലോർഡ്. അതുള്ളത് നന്നായി. ഇടയ്ക്ക് ഇപ്പോഴാണ് കുറച്ച് മുമ്പാണ് കണ്ടത്. പ്രൈസ് ദി ലോർഡ്. താങ്ക് യു. അപ്പനായ നെബൂഖദ്നേസറിനെ ദൈവം ശിക്ഷിച്ചതും ഒക്കെ മറന്നുപോയി. And he forgot how God dealt with his father. ദൈവം സന്ദർശിച്ചത് മറന്നുപോയി. He forgot how God dealt with his father. ഈ മോന് പുള്ളിയെ വിസിറ്റ് ചെയ്യാൻ കാട്ടിലൊക്കെ പോയത്, ഹണ്ടിങ്ങിനല്ലെന്നേ, അപ്പനെ കാണാൻ പോയതാ. This same son went to visit his father in the forest, not for hunting. നാട്ടിലോട്ട് മാതാപിതാക്കളെ കാണാൻ പോകുമ്പോൾ ഈ പുള്ളി കാട്ടിലോട്ട് പോകും. We all go back home to see our parents, and this person goes to the forest to see his parents. കാട്ടിലോട്ടാ പോകുന്നത് പുല്ലൊക്കെ ആയിട്ട്. He goes with the ചോക്ലേറ്റ് ഒന്നും അല്ല, ചോക്ലേറ്റ് ഒന്നും പുള്ളി കഴിക്കത്തില്ല. He doesn't take any chocolates or anything. ക്യാൻഡി ഒന്നും വേണ്ട. The father doesn't want any candy. മതി. He only wants grass. അത് നമ്മൾ കഴിക്കുന്നുണ്ട്, സാലഡ് അല്ലേ. Praise the Lord. അത് മതി ഇപ്പോൾ. That's all that അവിടെ ചെന്ന് കണ്ടോണ്ടിരുന്നതൊക്കെ മറന്നുപോയി. he forgot what all he used to do with his father. ഇടപെട്ടത് മറന്നുപോയി. He forgot how God dealt with his father. ദൈവം സന്ദർശിച്ചത് മറന്നുപോയി. He forgot the way God deals with his മോനെ, നിന്നെ ഞാൻ സ്വർഗ്ഗത്തിന്റെ തിലാസിൽ തൂക്കി. This is what God says. I weighed you on the scales of heaven. അവിടെ പറയുന്നത്. Then what he says. ആമേൻ, സ്തോത്രം. അവിടെ ഒരു വാക്യമുണ്ട്. എന്തോ 24 താഴോട്ട് വായിക്കുമ്പോൾ പ്രൈസ് ദി ലോർഡ്. അർത്ഥമൊക്കെ പിടികിട്ടിയോ? പ്രൈസ് ദി ലോർഡ്. Verse 26. ആമേൻ. അപ്പോൾ അതിന്റെ അർത്ഥം നിന്നെ സ്വർഗ്ഗത്തിന്റെ ത്രാസിൽ തൂക്കി കുറവുള്ളേ. So verse 26 says he has weighed you on the scales and found you wanting. മനെ തെക്കേൽ ഉഫാർസീൻ. Verse 27 please. ആമേൻ. ഞാൻ അതിന് വേറൊരു ഞാൻ അറബിക്കാരനാണ് കേട്ടോ. സിജോ ഇവിടെ ഉണ്ട്. ഞങ്ങൾ അറബി ദേശമാണ്. You come from an Arab country. അറബിയിലെ ട്രാൻസ്ലേഷൻ ഞാൻ പറയും. എനിക്ക് കിട്ടിയ ഒരു ട്രാൻസ്ലേഷൻ. നാളെ ഇതാ ശരിയെന്നൊന്നും നിങ്ങൾ പറയരുത് കേട്ടോ. മോനെ നിന്റെ ഊപ്പാട് ഇന്ന് രാത്രി വരാൻ പോവുക. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രി നിന്റെ ഊപ്പാട് വരാൻ പോവുക. കാരണം എന്താ? ദൈവശബ്ദത്തിന് ചെവി കൊടുത്തില്ല.
Amen. So the reason is because he didn't അഞ്ചാ- give ear to the voice of God. 5-ാം അധ്യായം ആരംഭിക്കുന്നത് സിംഹാസനത്തിൽ ഇരുന്നു കൊണ്ട് മദ്യപിക്കുന്നവനെയാണ് Amen. കാണുന്നത്. Chapter 5 verse 1 starts വിരുന്ന് with the king നടത്തുക, sitting on the throne. നൃത്തവും ഡാൻസും നടത്തുക. Amen. There's dances happening. 5-ാം അധ്യായത്തിന്റെ ഒടുവിൽ അവൻ ശവപ്പെട്ടി കിടക്കുക. Amen. The last verse, he's in the coffin. അന്ന് രാത്രി അവന്റെ ഊപ്പാട് വന്നു. Amen. That night he was troubled and that was his end. ദൈവശബ്ദത്തിന് ചെവി കൊടുത്തില്ല. Amen. He didn't give ear to the voice of God. തമ്പുരാൻ അവന്റെ ചെവിക്ക് പിടിച്ചു. Amen. God held his ear. ഏത് പ്രഗൽഭനെയും താഴെ ഇറക്കുന്നവനാണ് നമ്മുടെ ദൈവം. Our God is a God who will bring down anyone who is എന്നാൽ എന്റെ exalted. ദൈവം എളിയവനെ പൊടിയിൽ നിന്ന് എഴുന്നേൽപ്പിക്കുന്ന ദൈവമാണ്. But at the same time, he's the God who raises some people from the ദരിദ്രരെ dust. കുപ്പയിൽ നിന്ന് ഉയർത്തുന്ന ദൈവമാണ്. Amen. He's the one who raises the weak from the dust. നമ്മുടെയൊക്കെ ലാസ്റ്റ് നെയിം ദരിദ്രനെന്നും എളിയവനെന്നും വായിക്കണം. Amen. Our last name should often be as a poor man or a weak man. കൊണ്ട് നടന്നിട്ട് കാര്യമൊന്നുമില്ല. Amen. It's no point of having a great last name. നമ്മൾ വലിയ ശൂന്യാകാശത്തെയൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല. It doesn't matter if you say we are of a great family. അവൻ ഉയർന്നവനെ താഴ്ത്തുന്ന ദൈവമാണ്. Amen. He's a God who brings down the exalted. സാധുക്കൾക്ക് വേണ്ടി, Amen. To the തന്റെ weak, ജനത്തിന് വേണ്ടി, to his own people. രാത്രിയുടെ 4-ാം യാമത്തിലും ഇറങ്ങി വരുന്നവനാണ് എന്റെ Amen. He's ദൈവം. one who comes in the 4th watches of the night. എല്ലാ വാതിലുകളും അടയുമ്പോൾ, When all of the doors close. എല്ലാ മുഖവും നമ്മളിൽ നിന്ന് അകന്നു മാറുമ്പോൾ, When all of the faces turn away. ആ 4-ാം യാമത്തിൽ അവന്റെ മുഖം നിനക്ക് പ്രകാശിക്കും. Amen. And the face of God will shine for അവന്റെ you. വഴി നിനക്ക് കാണുവാൻ കഴിയും. Amen. He will show you his way. ആ ശബ്ദത്തിനാണ് ഞാൻ നിങ്ങൾ ചെവി And കൊടുക്കേണ്ടത്. it is to that voice we have to give our ears. ഓ സ്തോത്രം. അവിടെയാണ് ദൈവത്തിന്റെ മനോഹരത്വം വെളിപ്പെടുന്നത്. That is where we see the glory of God. ആമേൻ. അവിടെയാണ് ദൈവത്തിന്റെ കരം ചലിക്കുന്നത്. Amen. That's where the hand of God is moving. ബെൽശസ്സറേ, നീ പരാജയപ്പെട്ടു പോയി. Oh, King Belshazzar, you have failed. അപ്പന് സംഭവിച്ചത് അറിഞ്ഞിട്ടും നിനക്ക് മാനസാന്തരം വന്നില്ല. Amen. Having remembered what has happened to your father, you didn't repent. മോശെ ആരാണ്? Who is Moses? ആമേൻ. നമ്പേഴ്സ് ചാപ്റ്റർ 12. Amen. സംഖ്യാപുസ്തകം 12-ാം അധ്യായം. ആമേൻ. 7-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു. Amen. Verse 7. എന്റെ ദാസനായ മോശയോ, Oh, my servant Moses. അവനെ പോലെ വിശ്വസ്തൻ. Amen. There's no one faithful like him. അവനെ പോലെ ഒരുത്തനെ കണ്ടുകിട്ടാനില്ല. There is no one faithful like him. സങ്കീർത്തനക്കാരൻ ഇപ്പൊ പ്രാർത്ഥിക്കുന്നതാണ്, അയ്യോ യഹോവേ, ഭക്തന്മാര് കുറയുന്നു. Amen. Now the psalmist is praying. വിശ്വസ്തന്മാരുടെ എണ്ണം കുറഞ്ഞുകൊണ്ടിരിക്കുക. Now the psalmist is praying, the number of saints are lesser in our place. ദൈവസഭയ്ക്ക് ആവശ്യം ഭക്തന്മാരെയാണ്. Amen. What the church needs are ദൈവസഭയ്ക്ക് saints. ആവശ്യം വിശ്വസ്തന്മാരെയാണ്. What the church needs is faithful people. കഴിവല്ല ഈ ദിവസങ്ങളിൽ എനിക്ക് നിങ്ങൾക്കും ആവശ്യം. Amen. He doesn't. We don't need അതൊക്കെ talent. നല്ലതാണ്. All of those are good. അതിന്റെ നടുവിൽ കൃപയാണ് But എനിക്ക് we need ആവശ്യം. the grace of God in midst of that. എന്റെ ദാസനായ മോശ, Amen. My servant Moses. അവൻ വിശ്വസ്തനാണ്. Amen. He's faithful. ഞാൻ അവനോട് സംസാരിക്കുന്ന മറപൊരുളായിട്ടല്ല, നേരെയാ Amen. സംസാരിക്കുന്നത്. When I speak to him, I speak clearly. മിസ്രയീമിൽ അവൻ അത്ഭുതമൊക്കെ ചെയ്തു. Amen. He did miracles in Egypt. പക്ഷെങ്കിൽ അവനോട് ഞാൻ പറഞ്ഞത് അവൻ അനുസരിക്കാഞ്ഞ ഒരു There was a സമയമുണ്ടായിരുന്നു. moment where he didn't obey me perfectly. സംഖ്യാപുസ്തകം 20-ാം അധ്യായം വരുമ്പോൾ When we come to Numbers chapter 20, ജനമെല്ലാം അവിടെ കിടന്ന് അയ്യം വിളിക്കുന്ന കാണാം. we can see people all crying out. ആമേൻ. പണ്ടവര് അയ്യം വിളിച്ചു, Amen. In the past, they cried ഓ like this. ഞങ്ങളെ എന്തിനിങ്ങോട്ട് കൊണ്ടുവന്നെന്ന് ചോദിച്ചു. They cried out and saying, "What did you പുറകിൽ bring us അവര് here?" കണ്ടത് ഫറവോന്റെ സൈന്യമാണ്. Amen. What they saw was they മുന്നിൽ saw the chariots ചെങ്കടലാണ്. behind. Amen. They see the Red Sea in the front. മോശയോട് അന്ന് തമ്പുരാൻ പറഞ്ഞ, നീ എന്തിനാ നിലവിളിക്കുന്നത്, മുന്നോട്ട് പോകാൻ പറ. God said to Pharaoh, "Why are you crying? Go, keep going forward." ഇപ്പോൾ ജനം നിലവിളിക്കുന്നു. Now the people are crying again. 20-ാം അധ്യായത്തിന്റെ 7-ാം വാക്യത്തിൽ ദൈവം സംസാരിക്കുകയാണ്. Numbers chapter 20 verse 7, God is speaking. മോശയോട് എന്താ ദൈവം പറഞ്ഞത്? Amen. What is the Lord saying? സഭയൊക്കെ വിളിക്ക്. Amen. It's a call the church. വിളിച്ചിട്ട് Amen. അവര് കാണുക പാറയോട് കൽപ്പിക്ക്. He said, "Is call the church, call the set of elders, and in front of them speak to the rock." എന്താ പറഞ്ഞത്? അവൻ എന്തെങ്കിലും നിങ്ങളോട് കൽപ്പിച്ചാൽ What does Mary say if Jesus says anything to you? ആമേൻ. സ്തോത്രം. ഇവിടെ പറയുന്നു പാറയോട് കൽപ്പിക്ക്. Now God is saying to Moses, "Speak to the rock." മോശ ഇങ്ങനെ വേദനിച്ച് നടക്കുകയാണ്. Now Moses is in pain. ഒത്തിരി ഭാരമുണ്ട്. Amen. He's got a lot of ഒത്തിരി burden. വേദനയുണ്ട്. There's a lot of pain. ആമേൻ. സഭയെല്ലാം വന്നപ്പോൾ ആരോടൊന്നില്ലാതെയുള്ള അരിശമകത്ത് കിടപ്പുണ്ട്. Now he's very troubled and he's irritated. പണ്ടത്തെ സ്വഭാവം അറിയാതെ അങ്ങ് പുറത്തു വന്നു. Amen. We can see his old days have come back. ആ ദൂത് കേട്ടതൊന്നും മറന്നു. Amen. He forgot the word of God. ആമേൻ. താഴോട്ട് വായിക്കുമ്പോൾ As we continue reading the verses, ആമേൻ അവിടെ കാണുന്നവൻ പാറയെ അടിച്ചു. we see that Moses hits the rock. തമ്പുരാനും അവന്റെ ചെവിക്ക് പിടിച്ചു.
We can see God holds Moses by the പാറയിൽ ear. നിന്ന് വെള്ളം പുറപ്പെട്ടു, ജനം വെള്ളം കുടിച്ചു. And we can see water gush out of the stone and മോശ people drink. വെള്ളം കുടിച്ചു. And now we can see Moses also drinks ശരിക്കും മോശ water. വെള്ളം കുടിച്ചു. Moses drank a lot. മോശയുടെ ചെവിക്ക് തമ്പുരാൻ പിടിച്ചു. Where God holds Moses by the ear. പ്രമാണം ആമേൻ സീനായി പർവ്വതത്തിൽ നിന്ന് കയ്യിൽ ഏറ്റുവാങ്ങിയവനാ. I mean, he's one who received the law from the Mount Zion. ദൈവം മുഖാമുഖം സംസാരിച്ചവനാ. I mean, he's one who spoke to God face കാര്യമൊക്കെ to face. ശരിയാ, നമ്മുടെ ദൈവത്തിന് മുഖപക്ഷമില്ല. I mean, all of this may be true, but our God is not a partial God. ആമേൻ കേരളക്കാർക്ക് സ്പെഷ്യൽ പ്രിവിലേജ് പാസ് ഇല്ല. There is no special privilege for Keralites. അമേരിക്കക്കാർക്കുമില്ല. I mean, neither for Indians, കാനഡക്കാർക്കുമില്ല. neither for the Canadians. ഒരേ ഒരു പാസേ ഉള്ളൂ. There's only one pass. ജീവന്റെ വചനം. I mean, the word of God, living word. തിരുവചനമാണ് നമ്മുടെ പാസ്. I mean, the word of God is our path. മോശ പാറയെ അടിച്ചു. Now we can see now Moses strikes the rock. തമ്പുരാൻ അവന്റെ ചെവിക്ക് പിടിച്ചു. And we can see God deals with Moses. താഴോട്ട് പറഞ്ഞൊക്കെ നിങ്ങൾക്ക് അറിയാം. And you know the rest of the story. നമുക്ക് മുന്നോട്ട് പോകാം. എല്ലാ വാക്യങ്ങളും എടുക്കാൻ സമയമില്ല. അതെ, ആവർത്തന പുസ്തകം 3-ാം അധ്യായം. When we go to Deuteronomy chapter 3, ആമേൻ 24-25 വാക്യങ്ങൾ വായിക്കുമ്പോൾ verses 24 and 25. മോശ ഇപ്പോൾ ജനത്തോട് പറയുകയാണ്. This is what Moses is telling to the people. Praise the Lord. അതിന് മുമ്പുള്ള വാക്യം മോനെ അത് കഴിഞ്ഞല്ല. Praise the Lord. അല്ല, അതിന് മുമ്പിട്ട് 25-ാമത്തെ വാക്യം. സ്തോത്രം. 25. അതെ, ഞാനൊരു ചോദ്യം ചോദിച്ചു, കർത്താവേ ഞാൻ ആ ദേശമൊക്കെ ഒന്ന് പോയി കണ്ടോട്ടെ. So we can see Moses asking God, can I go see the land? ഒന്ന് കാല് ചവിട്ടാനോ ഒന്ന് അനുവദിക്ക്. Allow me to take one step in that land. തമ്പുരാനോട് കേണ് വീണ് ഒരു വിസിറ്റിംഗ് വിസ ചോദിച്ചു, തമ്പുരാൻ കൊടുത്തില്ല. Amen. He pleaded for a visiting visa and God didn't give him. വിസിറ്റിംഗിന് ഒരു വിസ തരാൻ പറഞ്ഞിട്ട് കൊടുത്തില്ലെന്നേ. Amen. He just pleaded and God still didn't give him. കാരണം എന്താ? What is the reason? അവൻ പറഞ്ഞതനുസരിച്ചില്ല. The reason is because he didn't obey. ആമേൻ. തമ്പുരാൻ പറഞ്ഞു, എന്നോട് ഈ കാര്യം ഒന്നും ചോദിക്കണ്ട. He said, don't speak to me about this. അനുസരണക്കേട് കാണിച്ചു പിടിച്ചു വെച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് വലിയ കാര്യമൊന്നും. I mean, having shown disobedience, there is no point of holding on and praying. ആമേൻ. ആമേൻ. ഇന്ന് പകൽക്കാലം അവന്റെ പാദം എടുത്ത് ചെല്ലണം. Amen. Today morning, let's go before the presence of ദാവീദ് God. എങ്ങനെയാ പ്രാർത്ഥിച്ചെന്നറിയാമോ? അനുസരണക്കേട് കാണിച്ചു കഴിഞ്ഞപ്പോൾ. Amen. Do you know how David prayed after showing disobedience? 51-ാം സങ്കീർത്തനത്തിന്റെ 1-2 വാക്യങ്ങളിൽ Psalms 51 verse 1 and 2. അവിടെ പ്രാർത്ഥിക്കുമ്പോൾ ദാവീദ് പറയാണ്. This is what he's saying. ആമേൻ. എന്നെ അടുത്ത വാക്യം മായ്ച്ചു കളയണമെന്ന്, എന്നെ നന്നായി കഴുകണമേ. This is what he says, wash me thoroughly. ഉഴപ്പം കഴുകല് പറ്റത്തില്ലെന്നേ. I mean, a simple washing is not enough. നന്നായിട്ട് കഴുകണം. Wash me thoroughly. ഈ വെണ്ടയ്ക്ക കഴുകുന്ന പോലെ മീൻ കഴുകിയാ പറ്റൂ. I mean, when you wash the fish, you have to thoroughly wash it. മീൻ കറിയൊക്കെ വെക്കുന്ന നമ്മുടെ അമ്മമാർ എല്ലാവരും അത് ചെയ്യുമല്ലോ, അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. പ്രൈസ് ദി ലോർഡ്. ചോദിച്ചാല് പ്രൈസ് ദി ലോർഡ്. ഈ മീൻ കഴുകുമ്പോൾ ശരിക്ക് കഴുകണം അല്ലേ? When you wash, ഇച്ചിരി ഉപ്പ് ഭയങ്കര ഒരു നാറ്റമാണ്. yeah, I mean, the fish has a stench, so we have to wash it very thoroughly. ദൈവസന്നിധി വരുമ്പോൾ നന്നായിട്ട് കഴുകൽ പ്രാപിക്കണം. So when you come to the presence of God, we should be washed thoroughly. കാൽവറിയോട് അടുത്ത് ചെല്ലണം. We should get close to the Calvary. ക്രൂശിൽ നിന്നും പാഞ്ഞൊഴുകുന്ന ആ രക്തത്തിന്റെ അടുക്കിലേക്ക് അടുത്ത് ചെല്ലണം. We should come to the blood that flows എന്നിട്ട് from പറയണം, cross. കർത്താവേ അനുഗ്രഹം കിട്ടിയില്ലേലും എന്നെ ഒന്ന് കഴുകണമേ. I mean, we should be able to say, Lord, even if I'm not blessed, ഓൾറെഡി cleanse അനുഗ്രഹം me. നമുക്ക് തന്നിട്ടുണ്ടവൻ. I mean, he's given us such a blessing. നമ്മുടെ പേര് അവൻ ജീവന്റെ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. I mean, he's written our name in the book of life. ആമേൻ. ഇന്ന് പകൽക്കാലം നമ്മുടെ ഉള്ളങ്ങളിൽ ഒരു പ്രത്യാശ തന്നിട്ടുണ്ട്. I mean, he's given us a hope within our ഈ life. കഷ്ടങ്ങൾ സാരമില്ലെന്ന്. I mean, these troubles, say it's okay to have ഇതൊന്നും troubles. സാരമില്ല. I mean, it doesn't matter. ആമേൻ. ഇന്ന് പകൽക്കാലം എന്നെ നന്നായിട്ടൊന്ന് കഴുകണമേ. And today morning our prayer should be, Lord, wash me thoroughly. ദൈവവചനത്തോട് ഇന്ന് പകൽക്കാലം അടുത്ത് ചെല്ലാം. Let's go closer to the word of God. ദൈവ ശബ്ദത്തോട് അടുത്ത് ചെല്ലാം. Let's go closer to the voice of God. ആമേൻ. അവന്റെ ശബ്ദത്തിന് ചെവി കൊടുത്തവരെ അവൻ ചേർത്ത് പിടിക്കും. I mean, he will embrace those who are willing to listen to the voice of God. പ്രവൃത്തി 27-ാം അധ്യായത്തിന്റെ When you go to Acts chapter 27, 11 വാക്യങ്ങൾ വായിക്കുമ്പോൾ verse 10 and 11. കപ്പലുടമസ്ഥൻ ആരുടെ വാക്കിനാ ചെവി കൊടുത്തത്? Amen. We can see that the captain hears the voice of മാലുമിയുടെ God. ശബ്ദത്തിന്, I mean, he hears the voice of some. പണമുള്ളവന്റെ ശബ്ദത്തിന്, Amen. Hallelujah. പൗലോസ് പറഞ്ഞതിനേക്കാൾ മാലുമിയുടെ ശബ്ദത്തിന് അവൻ ചെവി കൊടുത്തു. We can see that the captain gives voice to someone else, but not Paul. ആമേൻ. എന്നിട്ട് കപ്പലിറക്കി. I mean, now we can see that the ship is taken out into the waters. ആമേൻ. എന്ത് സംഭവിച്ചു? I mean, what happens over there? തെക്കൻ കാറ്റടിച്ചപ്പോൾ വിചാരിച്ചു താല്പര്യം സാധിച്ചുവെന്ന്. I mean, so when they thought the east wind
എന്നാൽ മുന്നോട്ട് പോകുമ്പോൾ കൊടുങ്കാറ്റടിക്കുക Amen. ഈസാന So, മൂലം. now we can see there's a strong wind coming against the ship. ആമേൻ. എന്നാൽ പൗലോസിനോട് കരുണയുള്ള ഒരു ദൈവം അതിനകത്തുണ്ട്. But there is a God who's merciful to Apostle Paul there. ഇന്ന് പകൽക്കാലം ചില ഭക്തന്മാരോട് ദൈവത്തിന് കരുണ തോന്നുകയാണ്. Amen. Today morning God is being merciful to അവർക്ക് certain വേണ്ടി saints. ദൈവം ജീവിതങ്ങളെ വിടുവിക്കും. Amen. God will deliver certain അവർക്ക് souls. വേണ്ടി ജീവിതങ്ങളെ അവൻ സൗഖ്യമാക്കിയാണ്. Amen. He's a God who will അവർക്ക് heal വേണ്ടി people. അവൻ ജീവിതങ്ങളെ മരണത്തിൽ നിന്ന് വിടുവിക്കുകയാണ്. Amen. He will deliver certain people because of them. ആമേൻ. മാലുമിയുടെ ശബ്ദത്തിനല്ല ചെവി കൊടുക്കേണ്ടത്, Amen. You should not hear the voice of the helpman. മരണത്തെ ജയിച്ചവന്റെ ശബ്ദത്തിന് ചെവി കൊടുക്കുക. Amen. You should give voice to the one who's overcome death. കാൽവരിയിൽ ആ ശബ്ദം ഇന്നും മുഴങ്ങുകയാണ്. Amen. That voice is still sounding. ആമേൻ. സകലതും നിവൃത്തിയായി. Amen. He says everything is ഇന്ന് fulfilled. പകൽ അവന്റെ അടുക്കിലേക്ക് നമുക്ക് അടുത്ത് ചെല്ലാം. Amen. Today morning let's go to the Lord Jesus. ആമേൻ. സ്വർഗ്ഗത്തിൽ നിന്നുള്ള ശബ്ദം, ഇവൻ എന്റെ പ്രിയപുത്രൻ. Amen. The voice of heaven today morning ഇവന് is, ചെവി this is my കൊടുപ്പിൻ. beloved son, hear him. ഗൂഗിളിനല്ല ചെവി Amen. കൊടുക്കുന്നത്. Don't give voice to Google. ഗൂഗിൾ പറയുന്നത് ചിലർ ചെയ്യും. Amen. Some people are willing to do what Google ഇനിയിപ്പോ says. എന്താ വേറെന്താ, chat GPT. Chat GPT also അതിന് says. ചെവി കൊടുക്കും. Amen. Some people അതൊക്കെ give you a പറഞ്ഞ് നമ്മൾ voice. അതുപോലെ അങ്ങ് കേൾക്കുക. And we are willing to hear all of that. പുസ്തകം പറയും നമ്മൾ അനുസരിക്കത്തില്ല. And we are not willing to hear the voice from word of അതെല്ലാം God. നമ്മളെ കറക്കും. Amen. All of those will അതെല്ലാം cause നമ്മളെ us to be trapped. വട്ടം കറക്കും. Amen. They will ഈ be. ദിവസങ്ങളിൽ ദൈവ ശബ്ദം നമ്മളെ എഴുന്നേൽപ്പിക്കും. Amen. Today morning let the voice of ചില God speak to us. കല്ലുകൾ ഉരുണ്ടു മാറണമെങ്കിൽ Amen. If the stones have to be rolled away, ആമേൻ, ആ ശബ്ദത്തിനൊന്ന് ചെവി കൊടുക്കണം. and we should give voice to God. ആമേൻ. ഇന്ന് പകൽക്കാലം ഈ വചനങ്ങൾ ആ ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. Today morning let this word be a ആമേൻ. blessing to us. ഡാളസിലുള്ള ദൈവസഭയെ ഓർത്ത് പ്രാർത്ഥിക്കാം. Amen. Please remember അവസരം the തന്ന church in ദൈവദാസനെയും സഭയെയും കർത്തൃനാമത്തിൽ വന്ദനം ചെയ്യുന്നു. Amen. I thank the pastor and the church. ഈ പുസ്തകം ചില കോപ്പികൾ പുറകിലുണ്ട്, തികച്ചും ഫ്രീ ആണ്. ആർക്കെങ്കിലും എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ ദൈവസഭയ്ക്ക്, ഇവിടെയുള്ള സഭയ്ക്ക് ദയവായി ചെയ്യുക. ദൈവമായ കർത്താവ് അവിടെയുള്ള കോപ്പികൾ നിങ്ങൾ വായിക്കുമെങ്കിൽ എടുക്കാം. ദൈവം അനുഗ്രഹിക്കും. Amen. There's a book written by the pastor is there behind if you want കർത്താവ് to offer എല്ലാവരെയും something, offer it to the church. Praise the Lord. Thank you.